ഇയാളോ? ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മണിക്കൂറിന്റെ പരിപാടി തീർന്നല്ലോ. പിന്നെ അതിനെപ്പറ്റി വിവരവും ഇല്ല, ഒരു പരിപാടിയില്ല. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഞാൻ പറഞ്ഞു തീരട്ടെ. അതിപ്പോ എന്റെ മുഖത്തേക്ക് കയറാനുള്ള പരിപാടി ആയിരിക്കും. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറഞ്ഞാൽ മതി. ഡബിങ് എന്നൊരു കടമ്പ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ രണ്ടുപേരും വന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? അതാ ഞാൻ ചോദിച്ചേ, അത് എന്തുകൊണ്ട് വന്നില്ല? പ്രൊഡ്യൂസർ അന്ന് നിങ്ങൾ വരാത്തോണ്ട് ഡബ് ചെയ്യാൻ വന്നവർക്ക് ചായ മേടിച്ചു കൊടുത്തില്ല, ഫുഡ് മേടിച്ചു കൊടുത്തില്ല. ദുഷ്ടന്മാര്. അവർക്ക് പെട്രോൾ അടിക്കാൻ പൈസ കൊടുത്തില്ല. ഇവരൊക്കെ എന്നെയല്ലേ പ്രാകണേ? ഞാൻ പൈസ തരാത്തോണ്ടാണ് വിചാരിക്കല്ലേ? അതെ. എന്തിനു ആണെങ്കിൽ അങ്ങനെ വിചാരിക്കല്ലേ? ഡബ് ചെയ്തിട്ട് സ്റ്റുഡിയോക്ക് റെന്റ് കൊടുത്തിട്ടില്ല, അറിയോ? അതൊന്നും സാരില്ല. ഇത് മനപ്പുറം മുങ്ങിപ്പോണം. ഈ പുള്ളി തന്നെ മറ്റേ പെണ്ണുങ്ങളുടെ സൗണ്ടില് പതുക്കെ. അല്ല, ഈ അങ്ങനെ എൻ്റെ മറ്റേ ഇതുണ്ട്. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. എൻ്റെ മറ്റേ ക്ലിപ്പുണ്ട്. എന്ത്? നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ ആയിപ്പോയി. നമ്മുടെ കൂടെയുള്ള രണ്ടുപേരും ഇന്നത്തെ വ്ലോഗിനില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട്, അതായത് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിങ് ആണ്. 2 പ്രാവശ്യം പ്ലാൻ ഇട്ട് 2 പ്രാവശ്യം മുടങ്ങിപ്പോയി. ഇനി ഇതും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ലാഗാവും, പിന്നെ ഷോർട്ട് ഫിലിം വരാനിട്ട് പിന്നെയും ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് പോയി ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. അതുകൊണ്ട് വ്ലോഗിൻ്റെ അകത്ത് അധികം കാര്യങ്ങളൊന്നും കാണത്തില്ല, അധികം ഡിസ്കഷനും കാര്യങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ പോകുന്നു, ഡബ് ചെയ്യുന്നു, തിരിച്ചു വരും. അപ്പോൾ വെൽക്കം ടു ഷോർട്ട് കട്ട്സ്. അത് രണ്ടായിട്ട് എടുത്തു. ഒരു 220 രൂപയാകും നമ്മുടെ ഇലക്ട്രിക് റൂട്ട്. ഇവർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ തന്നെ ആയിരുന്നല്ലോ. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനാണെങ്കിലോ ഒരു 30 രൂപ വരുന്നുള്ളൂ, വലിച്ചിട്ടിടാൻ പറ്റും. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനാണെങ്കിലോ 30 രൂപ, 5 മൈലേജ് കിട്ടും. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ ഇലക്ട്രിക് ഇങ്ങോട്ട് എടുത്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ മതിയായിരുന്നു. പാടത്തിന്റെ അടുക്കൊരു വീട്, രാത്രി ഞാൻ ആ ഡയലോഗ് അറിയല്ലേ, പാടത്തിന്റെ അടുക്കൊരു വീട് എന്ന് പറയുമ്പോഴത്തേ നീ ആകാംക്ഷയോടെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കും. ചുമ്മാ കേൾക്കുന്ന പോലെ അല്ലാണ്ട് നീ റിയാ. ഒരു റീൽസ് ഇല്ല, ഒരു ഷോർട്സ് ഇല്ല, ഒരു വീഡിയോ ഇല്ല. ഇതൊക്കെ എനിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം. താൻ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് തന്റെ തടിയും കൂരുവാണ്. ഇങ്ങോട്ട് ചോദിക്കണതിന് മുന്നേ അങ്ങോട്ട് ചോദിക്കണം. അല്ല, അതിന് ഞാൻ ഉത്തരം പറയേണ്ട വരില്ലേ? അത് താങ്കൾ എവിടെയായിരുന്നു? പക്ഷെ ഞാൻ വന്നില്ലെങ്കിലും വരേണ്ട ഒരാളാണ് പ്രൊഡ്യൂസർ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സംഭവം ഡബ് ചെയ്ത് എന്നത്തേക്ക് പരിപാടി നടത്താൻ പറ്റുമെന്നാണ് താങ്കളുടെ ഒരു ഉദ്ദേശം? ഡബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മ്യൂസിക്കാണ്. മ്യൂസിക് ഏകദേശം നമ്മൾ അവസാന സ്റ്റേജിലേക്ക് എത്തി. നിങ്ങൾ രണ്ടുപേരും കേട്ടല്ലോ. ഇനി അത് വാങ്ങിക്കണം. അതും കാശ് കൊടുത്ത് മേടിക്കണം അല്ലേ? പിന്നെ അല്ലാണ്ട് ഫ്രീ ആയിട്ട് എവിടെ തൊട്ടാലും കാശാണ്. പിന്നെ ഇത് നമ്മൾ പിന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ കൊടുക്കണം. മിക്സിങ് കൂടെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് DI ചെയ്യാൻ. അതിന് കളറിങ് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസർ പൈസ തരുവാണെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ ഇറക്കാം. പൈസ തന്നില്ലെങ്കിൽ ഇനിയും നിങ്ങൾ. ഇതിപ്പോ എല്ലാം പ്രൊഡ്യൂസറുടെ മറ്റേതാ. ഞാൻ പറട്ടെ, ഡബിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ എന്നായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തതിന്റെ പിറ്റേ ആഴ്ച ഫിക്സ് ചെയ്തു. അതെ. അപ്പം വരാൻ പറ്റില്ല. ആർക്ക് വരാൻ പറ്റില്ല? പ്രൊഡ്യൂസർക്ക് വരാൻ പറ്റില്ല.
രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവിടുത്തെ ടെക്നീഷ്യൻ എന്തോ എമർജൻസി ആയിട്ട് അതാരാ? അവർക്ക് എമർജൻസി വേണ്ടേ അല്ല എമർജൻസി ഇല്ലേ അത് കഴിഞ്ഞ് പിന്നെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആർക്കണ്ട പിന്നെ ആർക്ക് വേറൊരു ഇഷ്യൂ ഉണ്ടായി മറ്റേ ആ വികാസിന് ചെറിയൊരു പരിപാടിയായിട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അടുത്ത ആഴ്ചക്ക് പിന്നെയും തള്ളി വികാസാണ് നായകൻ. അപ്പൊ അങ്ങനെ അല്ല ഇതൊക്കെ ഇതിലൊക്കെ പെടാണ്ട് ഒരാൾ മുങ്ങി നടപ്പുണ്ട്. ആര് ആള് നമ്മുടെ അടുത്തിരിപ്പുണ്ട്. ക്യാമറമാൻ്റെ കാര്യമാണ്. ക്യാമറമാൻ്റെ കാര്യമല്ല, ക്യാമറാമാൻ ഒരു പണിയില്ലെങ്കിലും ഇവിടെ വരുന്നുണ്ട്. അത് തന്നെ, ക്യാമറമാന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. എന്താ വരാത്തതിനുള്ള റീസൺ പറ. ഞാൻ വന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ഉണ്ട്, അറിയോ? എങ്ങനെ? എനിക്ക് പനിയാണ് ഇത് വിളിച്ച് കൃത്യമായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. വണ്ടി തട്ടി ഞാൻ കറക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ എന്താ ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പറ്റുന്ന? ചെയ്യാൻ പറ്റാ ഇപ്പൊ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. ആര് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചു തുടങ്ങി എന്നോട്, എന്റെ കുറച്ച് ആരാധകർ. ആര് ചോദിക്കുന്നു? ഇത് കേരളമല്ല, ഹൈദരാബാദിന് വലിയ ഹോസ് ഒന്നും വേണ്ട, കാണാനാളില്ല. ആരാധകരുണ്ട് നമുക്ക് ഇഷ്ടംപോലെ. അവരൊക്കെ ചോദിച്ചു തുടങ്ങി. പറയാൻ പറ്റില്ല, എന്റെ കഴിവ് കേടുണ്ട്. വേനൽക്കാലത്തിന് മുമ്പ് തുടങ്ങിയ പരിപാടി മഴക്കാലായി, അടുത്ത സീസൺ തുടങ്ങി. ഒരു കൊല്ലം തീരാറായി. അതൊക്കെ പോട്ടെ, ഇതൊക്കെ സംഭവിച്ച് എന്നത്തേക്ക് ഇറക്കാൻ പറ്റും. ഇവിടെ ഇതെന്തുവാണ് ഇതിങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ല, എന്റെ ഭാഗമൊക്കെ ക്ലിയർ ആയി. സ്ക്രിപ്റ്റ് എഴുതി, കാസ്റ്റിംഗ് നടത്തി, മറ്റേ പെട്ടി വന്നോണ്ട് തന്നെ മറ്റേ സിനിമയ്ക്ക് മറ്റേ ഷൂട്ടിംഗ് തന്നെ എന്റെ കയ്യിലല്ല. ഇനി അവരതിട്ട് അവന്മാർക്ക് സമയം അനുസരിച്ച് അവന്മാർ ചെയ്ത് തന്നെ മിക്സ് ചെയ്ത് തന്നെ അവരോട് പറഞ്ഞു, കാണുന്നവരോട് പറഞ്ഞു. അവരോട് നിങ്ങളല്ലേ ഇപ്പൊ ചോദ്യം ചോദിച്ചോണ്ട് ആ, ഞാൻ അവരുടെ ഭാഗത്തു നിന്നേ ചോദിക്കുള്ളൂ. അവരാരും ചോദിച്ചില്ല, അവര് മറന്നു. കസ്റ്റമർ പെർസ്പെക്റ്റീവ് നിന്നിട്ട് ഞാൻ ഇത് കാണുള്ളൂ. പ്രൊഡ്യൂസർ കലിപ്പില്ല. അടുത്തതിന് മിക്കവാറും നമുക്ക് ഇതിന്റെ വ്ളോഗ് കാണത്തില്ലല്ലോ, ഇതിന്റെ ഷോർട്ട് ഫിലിമിന്റെ. ഷോർട്ട് ഫിലിം വ്ളോഗ് ഇനി വേണ്ടല്ലോ. ഇനി വേണ്ടല്ലോ. ഇനിയിപ്പോ നമ്മള് നേരെ പറ്റുമെങ്കിൽ നമ്മള് മറ്റേ കളർ ചെയ്യണത് ചിലപ്പം ഇടാൻ ചാൻസ് ഉണ്ട് വ്ളോഗ്. അന്ന് ഇവരൊക്കെ വരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇടത്തില്ല. അതെവിടെയാ? സിനിമീഡിയ ഹബീയത്തിന്റെ. അത് നിങ്ങളൊക്കെ വരുവാണെങ്കിൽ നടത്തും. വരും വരും വരും. അല്ലെങ്കിൽ പുള്ളിയെ ശ്രദ്ധിക്കണ പോലും ഇല്ല. അല്ലെങ്കിൽ ആ വ്ളോഗും കാണത്തില്ല, നേരെ ഷോർട്ട് ഫിലിം. ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ വ്ളോഗ് എടുക്കാം. ഇനി താമസിപ്പിക്കാൻ പാടില്ല, എല്ലാവരും മറന്നു തുടങ്ങി. മറക്കട്ടെ, കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ, അവരെ കൂടെ കാണിക്കാണ്ടിരിക്കരുത്. അപ്പം ഞങ്ങൾ ഉടനെ വരാം ഷോർട്ട് ഫിലിമായിട്ട്. തെറ്റാ.